ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കാലമായിട്ട് എടുക്കണം എന്ന് വിചാരിച്ച് നിന്നൊരു വീഡിയോ ആണ് കേട്ടോ. മറ്റൊരു വീഡിയോ അല്ല, ഇന്ന് നമ്മൾ ഹോം ടൂറാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഹോം ടൂർ ചെയ്യുന്നതിൻ്റെ ബാക്കിലൊരു വലിയ സ്റ്റോറി ഉണ്ട് കേട്ടോ. അതായത് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മയും മിച്ചൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ എഫേർട്ടിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ ഈ വീടിൻ്റെ ഇടയിലോ ലാസ്റ്റോ ഒക്കെ ആയിട്ട് പറഞ്ഞിടാം. സോ അതിന് മുമ്പ് വെൽക്കം ടു ഹോം. അപ്പോൾ മക്കളെ, ഇതാണ് നമ്മളെ വീട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെയുള്ള ഈ സിറ്റിംഗ് ഏരിയയിൽ നമ്മൾ കുറച്ച് DIY ആയിട്ട് കുറച്ച് പ്ലാന്റ്സിൻ്റെ ഹാങ്ങിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ കൊറോണ സമയത്ത് ഈ ചെടിപ്രാന്ത് ഉണ്ടല്ലോ, അത് കയറിയിട്ട് ഒക്കെ ചെയ്തതാണ് കേട്ടോ. പക്ഷേ അത് നല്ലൊരു ഭംഗിയായിട്ടുണ്ടായിരുന്നു വീടിന്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലും ഇതുപോലത്തെ കുറച്ച് DIYs ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്ലാന്റ്സിൻ്റെ ഹാങ്ങിങ്സ് കേട്ടോ. സോ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറിയാലുള്ള ഒരു വ്യൂ ആണിത്. ഉള്ളിൽ തന്നെ ഒരു ഹാളാണ്, നമ്മളുടെ ഡൈനിങ് ഹാൾ കേട്ടോ. ആ ഹാളിൽ നിന്ന് തന്നെ നമ്മളെ റൂമിലേക്കും കിച്ചണിലേക്കും ഒക്കെ ഉള്ള പാസേജ് വരുന്നത് കേട്ടോ. അപ്പോൾ ഹാളിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡൈനിങ് ടേബിളിൽ ഒന്ന് മഞ്ചാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഈ ചെറിയ ഇതുണ്ടല്ലോ, ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് മണി പ്ലാന്റ്സ് ഒക്കെ അത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ നോക്കുന്നത് ഞങ്ങളെ റൂമിലേക്കാണ് കേട്ടോ. സോ ഇതാണ് എൻ്റെ റൂം. അപ്പം എൻ്റെ റൂമിൽ സൈഡിലായിട്ടൊരു വൈറ്റ് സ്റ്റഡി ടേബിളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ജഫുവിന് വേണ്ടിയിട്ട്. പക്ഷേ അത് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കലില്ല, ബാക്കി എല്ലാ പർപ്പസിനും വേണ്ടിയിട്ട് മൂപ്പർ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂം മാത്രമാണ് ഇവിടെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുള്ളത്. അത്രയ്ക്ക് പ്രത്യേകത ഈ റൂമിനുള്ള കേട്ടോ. സോ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റഡി ടേബിൾ. സ്റ്റഡിക്ക് മാത്രം ഉപയോഗിക്കാണ്ട് ബാക്കി എല്ലാത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേബിൾ. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണുന്ന ഓപ്പോസിറ്റ് റൂം വരുന്നത് നമ്മൾ നിച്ചുവിൻ്റെ റൂമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ അധികം വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഓക്കെ, ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടും ഇതിന് തൃപ്തി വരുന്നില്ല. ആ എങ്കിൽ നിന്ന് നോക്കുമ്പോൾ ആൽമറ കാണണം, ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രെയിം കാണണം എന്നൊക്കെ കുറേ സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് എടുത്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇവളുടെ റൂമിലുള്ള ഈ ഫ്രെയിമും ഈ ഒരു 2 ലൈനും ഒക്കെ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ കുപ്പിയും ഈ ഒരു ചെറിയൊരു പാവക്കുട്ടിനൊക്കെ പ്രത്യേകം എടുത്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിച്ചുവിൻ്റെ റൂമിലെ വിശേഷങ്ങൾ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെയർ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റെയറിൻ്റെ അടിയിൽ തന്നെയാണ് കോമൺ ബാത്റൂം വരുന്നത്. അതിൻ്റെ ആ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ വാഷിംഗ് മെഷീനും ഇൻവെർട്ടറും ലോണ്ടറി ബാസ്ക്കറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നൊരു കുഞ്ഞ് പാസേജ് ഉണ്ട്. ആ പാസേജിൽ നമ്മളൊരു ചെടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുമരുമ്മൽ നേരത്തെ നമ്മൾ ടേബിൾ മേൽ വെച്ച പോലത്തെ ഗ്ലാസ്സിൽ, അതായത് ഒരു കുപ്പീൻ്റെ ഗ്ലാസ്സിൽ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ വെച്ച് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പാസേജിലാണ് കേട്ടോ നമ്മുടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂമുള്ളത്. അപ്പോൾ ഇതാണ് അവരുടെ റൂമിലേക്കുള്ള ആ പാസേജിലായിട്ടാണ് റൂം വരിക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. സോ ഇതാണ് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂം കേട്ടോ. അപ്പോൾ ഇവർ റൂമിലാണ് ഞാൻ അടിക്കുന്ന മെഷീൻ വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഇവിടെ നിന്നാണ് കുറച്ചും കൂടി അടിക്കാൻ കുറച്ച് സ്പേസ് ഉള്ള റൂം അതാണ്. അത് കഴിഞ്ഞിട്ട് ആ പാസേജും കഴിഞ്ഞ് വരുന്നത് നമ്മളെ കിച്ചണിലേക്കാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആദ്യം ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റിയതാണ് കേട്ടോ. അപ്പം ഇവിടെയാണ് വാഷ് ബേസ് ഉള്ളത്. അതുപോലെ ഇവിടെ തന്നെയാണ് സ്റ്റോർ റൂമിലേക്കുള്ള എൻട്രി കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചൺ വരുന്നത്. അപ്പോൾ ഈ ഒരു കിച്ചൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കിച്ചണാണ്, പക്ഷേ അധികം വീതി ഇല്ലാണ്ട് നീളത്തിലുള്ള കിച്ചണാണ് കേട്ടോ. സോ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുക. നമ്മൾ ഡൈനിങ് ടേബിളിലേക്ക് പോവുകയില്ല കേട്ടോ. എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ളത് ഈ ഒരു കിച്ചൺ തന്നെയാണ്. അപ്പോൾ നമ്മളെ ഭക്ഷണം ഉണ്ടാക്കലും ഇപ്പുറത്തെ സൈഡിൽ തന്നെ കഴിക്കലും. അപ്പോൾ നമ്മൾ ഫുഡുമായിട്ട് നമ്മൾ ഒരുപാട് വീട്ടിൽ ഡൈനിങ് ടേബിളിൽ പോവുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാം ഈ കിച്ചണിൽ തന്നെ നമ്മൾ ഒതുക്കും കേട്ടോ. ഒരു കുഞ്ഞ് കിച്ചണാണ്, പക്ഷേ സിമ്പിളായിട്ടുള്ള ഒരു നീളത്തിലുള്ള കിച്ചണാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മളെ ദഹാനമുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങളെ കൂടെ എപ്പോഴും വയ്യ നടക്കുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന സമയത്ത്. അതിന് നമ്മൾ സ്റ്റെയർ കയറി മുകളിൽ പോയാലുള്ള കാഴ്ച എന്താ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ പോകുമ്പോൾ നമ്മൾ ഈ സ്റ്റെയറിന് ഈ ഒരു സൈഡിൽ നമ്മളുടെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഹരിതാപവും പച്ചപ്പും മാത്രമാണ് കാണാൻ കഴിയുക കേട്ടോ. കാരണം ഇവിടെ താഴെ ഭാഗത്ത് നമ്മളെ ഈ വയൽ സൈഡാണ് കേട്ടോ. അപ്പം പിന്നെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ കുറേ പച്ചപ്പുകളാണ്. ഇനി നമ്മൾ എഫേർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും, ചുമരുമേൽ ഫുൾ അവരുടെ കലാവാസനകളായിരിക്കും. കലാവാസന എന്നല്ല പറയുന്നത്, അതിൻ്റെ കൊലാവാസന എന്നാണ് പറയുന്നത്. കാരണം അത്രക്ക് വരച്ച് വെച്ചിട്ടുണ്ടാകും. ഈവൻ അവരൊരു ചോക്ലേറ്റ് തിന്നാൽ പോലും അതിൻ്റെ ഒരു മുദ്ര അവിടെ ചുമരുമേൽ അവർ പതിപ്പിച്ച് വെക്കും.
അപ്പോൾ വീട് ഫുൾ അലങ്കോലമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ പറഞ്ഞ് നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്യാം. അങ്ങനെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയപ്പോൾ പിന്നെ അതൊരു 1.5 ക്ലീനിങ് ആയിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഈ തേച്ചൊരച്ച് കഴുകുന്നത്, അതുപോലെ വീട് ഫുള്ള് ഞങ്ങൾ തേച്ചൊരച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ വീട് അങ്ങനെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ 3 പേരും ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റി വെച്ചതായിരുന്നു. സത്യം പറഞ്ഞത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 3 ആളും നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്ത് ലാസ്റ്റ് എടുത്തതാണ് നമ്മളെ ഈ ഹോം ടൂർ വീഡിയോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.